കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടക്കുന്ന മണ്ഡലമാണ് കുന്നത്തുനാട്. 2020 എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവർ ഇത്തവണ BJP ആയിട്ട് സഖ്യം ചേർന്നാണ് മത്സരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 2020 27% വോട്ടാണ് കുന്നത്തുനാട് മണ്ഡലത്തിൽ പിടിച്ചത്. അതായത് BJP ഇല്ലാതെ LDF, UDF, 2020 എന്നീ പാർട്ടികൾ ചേർന്ന ശരിയായ ത്രികോണ മത്സരമാണ് 2021 നടന്നത്. LDF സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. തൊട്ടു മുമ്പുണ്ടായിരുന്ന MLA ആയിരുന്ന UDF സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നു. 2020 27% വോട്ട് പിടിക്കുന്നു. ഇങ്ങനെ അതിശക്തമായ, അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1/3 തികച്ചു കിട്ടാത്തൊരു പോളിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ വോട്ടിംഗ് ആയിരുന്നു അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ 2020 പുതിയൊരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് കടന്നിരിക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത്, കാരണം 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 11% വോട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അപ്പം BJPയുടെ ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത് ഒരു 15% കണക്കാക്കുകയാണെങ്കിൽ തന്നെ, കാരണം ജയസാധ്യത ഇല്ലാത്തത് കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാത്ത പലരുമുണ്ട്. ഇപ്പോൾ ഒരു ശക്തമായ മത്സരം വരുന്ന സമയത്ത് 2020 കിട്ടുന്ന വോട്ടുകൾ ചില ചോർച്ചകൾ ഉണ്ടായേക്കാം. കാരണം ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ടായിരുന്ന ചില വോട്ടിങ്ങിൽ ചില കുറവ് വന്നേക്കാം. എന്നാൽ പോലും BJPയുടെ വോട്ടും 2020 വോട്ടും കൂടി കൂട്ടുനോക്കുന്ന സമയത്ത് ജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ BJP സഖ്യത്തിലേക്ക് 2020 വന്നതിന് ശേഷം നടക്കുന്ന ഈ മത്സരത്തിൽ അവരുടെ ജയസാധ്യത പരിശോധിക്കുകയാണ് കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകരുമായ ഡോക്ടർ K. ജയപ്രസാദ്. നമസ്കാരം. 2020 ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. കഴിഞ്ഞ തവണ അവർക്ക് 27% വോട്ട് കിട്ടിയിരുന്നു. ഇത്തവണ BJP കൂടെ ഉണ്ട്. അവർക്ക് ജയിക്കാൻ കഴിയുമോ? 2020 എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ അവരുടെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ ശ്രദ്ധേയമാകുന്നത് 2015 ലോക്കൽ ബോഡി ഇലക്ഷനിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ അവർ അധികാരത്തിൽ വന്നതോടെയാണ്. അപ്പം കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുമുള്ള 8-10 പഞ്ചായത്തുകളിൽ അവർ വളരെ ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുകയും 2020 ഏതാണ്ട് 4ഓളം പഞ്ചായത്തുകളിൽ അവർ അധികാരത്തിൽ വരികയുണ്ടായി. അപ്പം ആ തരത്തിൽ ആ പഞ്ചായത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യുകയും ഒരു മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടത് വലത് മുന്നണികൾ പരസ്യമായിട്ട്, അതായത് ഏതാണ്ട് 25ഓളം രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ SDPIയും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംയുക്തമായി ചേർന്നൊരു വികസന മുന്നണി ഉണ്ടാക്കി ഈ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എതിരായി മത്സരിക്കുകയും അതിൽ 1-2 പഞ്ചായത്തുകളിൽ 2020 പുറകിലാക്കാനോ ചെറിയ ക്ഷീണം വരുത്താനോ കഴിഞ്ഞു. പക്ഷെ എന്നാലും അതൊരു 2020 എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകത, 2016 ശ്രീ സജീന്ദ്രൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സജീന്ദ്രൻ അന്ന് 44% വോട്ട് നേടി ജയിച്ചു. അന്ന് അവിടെ പരാജയപ്പെട്ട ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്ക് 42% വോട്ട് കിട്ടിയത് ഷിജി ശിവജി. 2021 വരുമ്പോഴത്തേക്കും മത്സരം PV ശ്രീനിജനും സജീന്ദ്രനും തമ്മിലായി. PV ശ്രീനിജനും ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളാണ്, അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാം. പക്ഷെ അങ്ങനെ ഇടതു മുന്നണി അവിടെ വിജയിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, 2016 44% വോട്ട് ലഭിച്ച കോൺഗ്രസ് പാർട്ടിക്ക് 2021 31% കുറഞ്ഞു. അതായത് ഏതാണ്ട് 12% വോട്ട് കുറഞ്ഞു. CPMന് 42% നിന്ന് 33% 9% വോട്ട് കുറഞ്ഞു. അപ്പൊ ഇതിന് സമാന്തരമായിട്ട് 2020 ഡോക്ടർ P. സുജിത് സുരേന്ദ്രൻ 27.64%, അതായത് 41,840 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടുകയുണ്ടായി. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരിയായ ത്രികോണ മത്സരം, 2 പ്രബല മുന്നണികൾക്ക് യഥാക്രമം 31-33% കിട്ടുമ്പോൾ 2020 ഏതാണ്ട് 28% വരികയുണ്ടായി. അപ്പം BJP നമ്മുടെ വോട്ട് നമ്മളിവിടെ കൂട്ടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഘടകകക്ഷിയായിട്ടാണ് 2020 മത്സരിക്കുന്നത്. ഒരു വികസന രാഷ്ട്രീയം, 2020 മുന്നോട്ട് വെച്ചിരുന്ന വികസന രാഷ്ട്രീയവും
BJP മുന്നിൽ വയ്ക്കുന്ന വികസന രാഷ്ട്രീയവും ഒരു വളരെ ക്ലോസ് ചേരുന്നതാണ്. മാത്രമല്ല ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ഫൈറ്റിൽ തീർച്ചയായിട്ടും 2020ക്കും BJPയുടെ സഹായം അല്ലെങ്കിൽ പിന്തുണ വളരെ അനിവാര്യമാണ്. മാത്രമല്ല വികസനത്തിൽ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ മുന്നേറുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി പെടുത്താനാണ് 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ചെയ്തത് 2020ക്ക് ഒരു പാഠമായിരുന്നു. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് 2020 അവരും ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയും BJPയുമായിട്ട് ചേർന്ന് മത്സരിക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ഒന്ന് ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ദുർബലമായ പ്രദേശമാണ്. ദുർബലമായ പ്രദേശം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് സംയുക്തമായി മത്സരിക്കേണ്ടി വന്നു. അതായത് ഇതിപ്പോ നമ്മളിപ്പോ നേമം മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം ഒക്കെ ത്രികോണ മത്സരം, കഴക്കൂട്ടം ഒക്കെ നമ്മൾ ത്രികോണ മത്സരങ്ങളുള്ള മറ്റു പല മണ്ഡലങ്ങളുണ്ട്. അതിനൊന്നും തന്നെ ഇടത് വലത് മുന്നണികളെ ഒന്നിച്ച് അണിനിരത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ 2020യുടെ വിഷയത്തിൽ വരുമ്പോൾ, കുന്നത്തുനാട് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത, ഈ ഇടത് വലത് മുന്നണികൾ മാത്രമല്ല, കേരളത്തിലെ തീവ്രവാദ രാഷ്ട്രീയം ഉൾപ്പെടെ SDPIയും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംയുക്തമായി വന്നുള്ളതാണ്. അത് നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. കാരണം അത്രയധികം വലിയൊരു പ്രതിഭാസമാണ് 2020. ഇപ്പൊ 2020യെ പരാജയപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് പാടില്ല എന്നുള്ള ഒരു ഒറ്റ തീരുമാനത്തിലാണ് ഇടത് വലത് മുന്നണികൾ അവിടെ സംയുക്തമായി ചേർന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിയും വലത് മുന്നണിയും രണ്ടായി നിൽക്കുന്നെങ്കിലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഒന്നായി നിന്നവരാണ്. അപ്പം ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നത്, നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് ഇത് മനസ്സിലാവും. കാരണം ത്രിതല പഞ്ചായത്തിൽ ഒന്നായി നിന്നവരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളായിട്ട് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇടതു മുന്നണിയും വലതു മുന്നണിയും കൂടെ ആർജിച്ച 64% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. അപ്പം 2016 മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത് വലത് മുന്നണികൾ 95% വോട്ട് ഷെയർ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 64%-ലേക്ക് UDF LDFും കൂടെ സംയുക്തമായി താഴെ വന്നു. അപ്പൊ ഈ ത്രിതല പഞ്ചായത്തിലും ഈ 6-7 പഞ്ചായത്തുകളിൽ ഇടത് വലത് മുന്നണികളുടെ വോട്ട് ഷെയർ വളരെ കുറവായിരുന്നു. അപ്പം സംയുക്തമായി നിന്നപ്പോൾ 2020ക്കും ചില നഷ്ടങ്ങളുണ്ടായി. പക്ഷെ എന്നാൽ പോലും പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരവുമായി വരുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശ്രദ്ധിക്കുന്ന യുവജനങ്ങളും വലിയൊരു ശതമാനം ജനങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ സപ്പോർട്ട് ബേസിൽ BJPയുടെ ഒരു 15-20% വോട്ട് ഷെയർ BJPക്ക് ആ മണ്ഡലത്തിലുണ്ട്. 2016 തന്നെ ഏതാണ്ട് 12% വോട്ട് നേടിയിരുന്ന തുറവൂർ സുരേഷ്. പക്ഷേ ഒരു സംവരണ മണ്ഡലത്തിലാണ്. അവിടെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും പുറത്തു നിന്ന് വരുന്നവരായിരിക്കാം. അപ്പം ലോക്കലായിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാകാതിരിക്കാം. മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആ വോട്ട് 2021 BJPക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും BJPയുടെ ബേസ് ഉണ്ട് അവിടെ. ആ BJP സപ്പോർട്ടും കൂടെ ഒരു ചെറിയ ബാലൻസിൽ ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ 2020ക്ക് അവിടെ വിജയ സാധ്യതയുണ്ട്. ഈവൻ 2021 പോലും BJPയും 2020 ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ഒന്ന്, ത്രികോണ മത്സരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നടക്കുന്ന ഒരു മണ്ഡലമാണ്. മറ്റൊന്ന്, ഈ 2020യുടെ മുന്നിൽ അടിയറവ് പറയുന്ന തരത്തിലേക്ക് ഇടത് വലത് മുന്നണികൾ ഒന്നിച്ചു നിന്ന് മത്സരിച്ച് ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2 മുന്നണികളായിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോഴും ഇടത് വലത് മുന്നണികൾക്ക് ക്ഷീണമുണ്ട്, ആത്മവിശ്വാസത്തിൽ അവർക്ക് ഒരുപാട് കുറവുണ്ട്. അപ്പൊ ആ തരത്തില് ഈ 2020യുടെ നിലവിൽ 2020 സ്ഥാനാർത്ഥി ശ്രീ ബാബു ദിവാകരൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അടൂർ മേഖലയിലെ ജില്ലാ തലത്തിലെ പ്രമുഖ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അപ്പം മുൻ MLA നിലവിലുള്ള MLA ആയിട്ടുള്ള ശ്രീനിജനും സജീന്ദ്രനും തന്നെയാണ് ഇടത് വലത് മുന്നണികളായി മത്സരിക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് 2020യുടെ പരീക്ഷണം 2021 നിന്ന് വിഭിന്നമായിട്ട് വിജയത്തിലേക്ക് കുതിക്കുന്ന തരത്തിലേക്കുള്ള ത്രികോണ മത്സരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്.